ഹലോ. അപ്പം നമ്മളിന്ന് ചെറിയൊരു ക്ലീനിങ്ങിലാണ്. രാവിലെ തന്നെ ഫുൾ പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇന്ന് ആർക്കും പോണ്ട, അവധിയാണ്, മഴ ആയതുകൊണ്ട്. അപ്പം ഇന്ന് ഫുൾ ക്ലീനിങ് ആവുമെന്ന് വെച്ചു. ആദ്യം തന്നെ നമ്മൾ റൂമിൻ്റെ ഫാന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. മേലെ 3 ബെഡ്റൂമാണല്ലോ കേട്ടോ. അപ്പം കട്ടിലിൽ കയറിയിട്ട് പോലും എനിക്ക് എത്തുന്നുണ്ടായിട്ടില്ല. വീഴാൻ പോകുന്നുണ്ടായിരുന്നു. കട്ടിലേൻ്റെ മുകളിൽ നിന്ന് കിടക്കെ കയറിയിട്ട് പോലും എനിക്ക് എത്തുന്നുണ്ടായിട്ടില്ല. അപ്പം ഏന്തി വലിച്ചിട്ട് എല്ലാം വൃത്തിയാക്കി. പിന്നെ ഡ്രസ്സിങ് ടേബിളിൻ്റെ അവിടെയാണെങ്കിൽ കണ്ണാടീൻ്റെ മുകളിൽ നിറയെ പൊടിയുണ്ടായിരുന്നു. എല്ലാം അഴുക്കായിട്ട് ഒന്നും ശരിക്കും അങ്ങോട്ട് ക്ലീനാക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് എല്ലാം വൃത്തിയാക്കി. റൂം കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരിഷ്ടം തോന്നണമല്ലോ. അപ്പോൾ എപ്പം കിടക്കുന്ന ബെഡ്റൂമല്ലേ. അപ്പം അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം ഒന്ന് നീറ്റാക്കി വെച്ചു. പിന്നെ മേക്കപ്പ് സാധനങ്ങളും അത്യാവശ്യം മേക്കപ്പ് സാധനങ്ങളെന്ന് പറയാൻ അതിൻ്റെ കൺവേഷി ലിപ്സ്റ്റിക്ക്, മുടിക്കിടുന്ന ക്ലിപ്പ് അങ്ങനെ മാത്രമേ ഉള്ളൂ. അതൊക്കെ ഒന്ന് നീറ്റാക്കി എടുത്ത് വെച്ചു. പിന്നെ എനിക്ക് എന്താ പറയുക, അതിൻ്റെ മുകളിൽ എത്താത്തതുകൊണ്ട് അതിൻ്റെ മുകളിൽ കസേരേൻ്റെ മുകളിൽ കയറി നിന്നിട്ടായിരുന്നു പ്രകടനം മൊത്തം ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തു. ബെഡ്ഷീറ്റൊക്കെ എല്ലാം നല്ലോണം മാറ്റി. എനിക്ക് എപ്പോഴും വീക്കിലി ബെഡ്ഷീറ്റ് മാറ്റിയില്ലേ ഒരു സമാധാനം കിട്ടില്ല. എല്ലാ ദിവസവും അടിച്ചു വാരും. പിന്നെ ബെഡ്ഷീറ്റ് വീക്കിലി എന്തായാലും ഞാൻ മാറ്റും. അപ്പോൾ എല്ലാം ബെഡ്ഷീറ്റൊക്കെ മാറ്റി. റൂമൊക്കെ എല്ലാം നിലയെല്ലാം നല്ല വൃത്തിയിൽ തുടച്ചു, ലൈസോളൊക്കെ ഇട്ടിട്ട് എല്ലാം. അപ്പം നമ്മളെ ബെഡ്റൂം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് നമ്മുടെ ബെഡ്റൂമിനെ ഒന്ന് കാണിച്ചു തരാം. ഫുള്ളായിട്ട് അനാവശ്യമായിട്ട് സാധനങ്ങളൊന്നും അങ്ങനെ വലിച്ചു വാരിയിടില്ല. റൂമിൽ എല്ലാം അത് 1-2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് നീറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ മാളൂട്ടിൻ്റെയും ചുമ്മുൻ്റെയും റൂമുണ്ട് വൃത്തിയാക്കാൻ. അപ്പോൾ ചുമ്മൂട്ടൻ്റെ റൂമിൽ സ്റ്റഡി ടേബിളും ഉണ്ട്, ഡ്രസ്സിങ് ടേബിളും ഉണ്ട്, ഒരു അലമാരയുണ്ട്, പിന്നെ കട്ടിൽ. അങ്ങനെ ഇതാണ് ചുമ്മൂട്ടൻ്റെ റൂം കേട്ടോ. ഇത് ചുമ്മൂട്ടൻ്റെ ബാഗാണേ. പിന്നെ ഇതൊക്കെയാണ് സാധനങ്ങൾ. ഇതാൻ്റെ സ്റ്റഡി ടേബിൾ. പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ എല്ലാം നല്ല വൃത്തിയായി തുടച്ച് ഇപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയും പറഞ്ഞ പോലെ ഫാനൊക്കെ തുടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി കിടക്കയിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. കിടക്കയിൽ കയറിയാലും എനിക്ക് എത്തുന്നുണ്ടായിട്ടില്ല, അത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് മാളൂട്ടിൻ്റെ റൂം. മാളൂട്ടിൻ്റെ റൂമിൽ ഫാന് എല്ലായിടത്തും ഫാന് ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് എത്തുന്നുണ്ടായില്ല പറഞ്ഞ പോലെ പൊടിയൊക്കെ തട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞു, എല്ലാം ക്ലീനാക്കി. ഇത് മാളൂട്ടിൻ്റെ റൂം. സ്റ്റഡി ടേബിൾ, അലമാര, കട്ടിൽ. ഇതാണ് അവളുടെ റൂം. അപ്പോൾ ഇങ്ങനെ താഴെ ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ. അതും ഇപ്പം നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തു. വീട് മൊത്തമായിട്ട് ക്ലീൻ ചെയ്ത് ഇന്നത്തെ പണി ഉച്ച വരെ അതായിരുന്നു പണി. ഉച്ചക്ക് കഞ്ഞി കുടിക്കുന്ന ടൈമായി. ഇന്ന് ഇത്രയേ ഉള്ളൂ. ബായ്.